ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഒത്തിരി നാൾക്ക് ശേഷം നമ്മളൊരു വീഡിയോ ചെയ്യുകയാണ്. ആക്ച്വലി ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം നമ്മൾ ഋതുട്ടിയും കൊണ്ട് ഫസ്റ്റ് ടൈമാണ് ഒരു ലോങ് ട്രിപ്പ് പോകുന്നത്, അതും ഫുൾ ഫാമിലി ആയിട്ട്. നമ്മുടെ ഡെസ്റ്റിനേഷൻ വന്നിട്ട് കൊടൈക്കനാലാണ്. അപ്പോൾ കുറച്ചധികം നാളത്തെ ഒരു പ്ലാനിങ് ആണ് ആക്ച്വലി ഈ കൊടൈക്കനാൽ ട്രിപ്പ്. ഒരു പ്രാവശ്യം നമ്മൾ യാത്ര ഫുള്ള് പ്ലാൻ ചെയ്തു. ഈവൻ നമ്മുടെ ട്രാവലർ വരെ ബുക്ക് ചെയ്തതിന് ശേഷം ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും ഒരു യാത്രയെക്കുറിച്ച് ആലോചന വന്നപ്പോൾ പെട്ടെന്ന് കൊടൈക്കനാൽ ഒരു ഓപ്ഷൻ പറഞ്ഞു. എല്ലാം പെട്ടെന്ന് പ്ലാനായി. അപ്പോൾ വിത്തിൻ 2 weeks ടൈം നമുക്ക് എല്ലാവർക്കും ഓഫ് വരുന്ന ഒരു ഡേ നോക്കി നമ്മൾ സെലക്ട് ചെയ്തു, വണ്ടി ബുക്ക് ചെയ്തു. അങ്ങനെ നമ്മൾ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും കാലം കൂടുതൽ എക്സൈറ്റഡ് ഋതു തന്നെയാണ്. ഉറക്കമൊന്നും ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. വണ്ടിയിൽ എല്ലാവരും എൻജോയ് ചെയ്ത കൂട്ടത്തിൽ അവനും നന്നായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ നമ്മൾ സാറ്റർഡേ മോർണിംഗ് നമ്മൾ കൊടയിലെത്തി. നമ്മൾ സ്റ്റേയിൽ ജസ്റ്റ് ചെന്നു, ഫ്രഷപ്പായി. അപ്പോഴേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയത് നമ്മുടെ ഗ്രീൻ വാലി വ്യൂ പോയിൻ്റാണ്. ജസ്റ്റ് നമ്മൾ ആ ഒരു വ്യൂ കണ്ടതിന് ശേഷം ഞങ്ങൾ അപ്പോഴേ അവിടെ നിന്ന് ഇറങ്ങി നെക്സ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് പോയി. നെക്സ്റ്റ് നമ്മൾ പോയത് പില്ലാർ റോക്സിലോട്ടാണ്. അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു അവിടെ. ഞങ്ങൾ വിചാരിച്ചത് സ്കൂളൊക്കെ ഓപ്പൺ ചെയ്തിട്ട് 1 week ആയതേ ഉള്ളൂ, അതുകൊണ്ട് അത്യാവശ്യം ക്രൗഡ് കുറവായിരിക്കും എന്നാണ്. പക്ഷേ ഓപ്പോസിറ്റായിരുന്നു സംഭവിച്ചത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാറായ സമയത്ത് അത്യാവശ്യം നല്ല കോടയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അത്യാവശ്യം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം വീണ്ടും നമ്മുടെ നെക്സ്റ്റ് ഗുണ കേവ്സിലോട്ട് പോവുകയാണ്. ആക്ച്വലി ഞാൻ കൊടൈക്കനാലിൽ ഒത്തിരി പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈമാണ് ഗുണ കേവ്സ് വിസിറ്റ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് മൂവി ഇറങ്ങിയ സമയത്ത് എല്ലാവരും വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു നമ്മുടെ ഗുണ കേവ്സ്. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഋതുട്ടിയെ ഫീഡ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ സ്റ്റോപ്പൊക്കെ എടുക്കും. അപ്പം എല്ലാവരും അത്യാവശ്യം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും അവനൊരു പ്രോബ്ലമേ ആയിരുന്നില്ല. നമ്മൾ ഒത്തിരി സ്ഥലങ്ങളിൽ പോയതിൽ ഏറ്റവും കൂടുതൽ തിരക്ക് ഈ ഒരു ഗുണ കേവ്സിലാണ് നമ്മൾ കണ്ടത്. ഒത്തിരി തിരക്കായതുകൊണ്ട് നമ്മൾ ഒരുപാട് സമയമൊന്നും അവിടെ സ്പെൻഡ് ചെയ്തില്ല. ജസ്റ്റ് പോയി വ്യൂ പോയിൻ്റ് കണ്ടു. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങാണ് ഉണ്ടായത്. നമുക്ക് കുറച്ച് എൻട്രൻസ് കഴിഞ്ഞിട്ട് കുറച്ചധികം ഒന്ന് നടക്കാനുണ്ട്. ഇതായിരുന്നു ആക്ച്വലി അവിടുത്തെ ഒരു ക്രൗഡ്. ഇവിടുത്തെ ഒരു ബഹളം നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ കേൾക്കാൻ പറ്റും. എല്ലാവരും അത്യാവശ്യം ടയേർഡായി, കാരണം നമുക്ക് എൻട്രൻസിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല കോട ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് നമ്മൾ ഇവിടെ പൈൻ ഫോറസ്റ്റിലൂടെ ജസ്റ്റ് ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ മെയിൻ ഫോട്ടോഗ്രാഫിക് സ്പോട്ട് ഇതായിരുന്നു. നമ്മളെല്ലാവരും അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്കാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുന്നത്, നമ്മുടെ ജെൻ ആൽഫ നമ്മളെക്കാരും കട്ട ഫോട്ടോഗ്രാഫിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്കാരും പോസൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, അവർക്ക് സ്വന്തമായി തന്നെ അവർ പോസൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ ഞാൻ മഞ്ചേച്ചിയെടുത്ത ആഗ്രഹങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ നമ്മളിപ്പം നമ്മൾ കൊടൈക്കനാൽ ലേക്കിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ സൈക്ലിംഗ് ചെയ്തായിരുന്നു. പിന്നെ ഹോഴ്സ് റൈഡിങ് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. അതിനുശേഷം നമ്മളപ്പോൾ തന്നെ തിരിച്ച് വീട്ടിൽ വന്ന് നമ്മൾ രാത്രി ഉറങ്ങാൻ കിടന്നു. രാത്രി ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ രാവിലെ എഴുന്നേൽക്കുന്നു. നെക്സ്റ്റ് നമ്മൾ വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സത്യത്തിൽ ഇതുവരെയും എക്സ്പ്ലോർ ചെയ്യാത്തൊരു ഏരിയ ആയിരുന്നു കൊടൈക്കനാലിലെ വില്ലേജസ്. ഒത്തിരി വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, ഒത്തിരി ഫോട്ടോസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ശരിക്കും നല്ല എക്സൈറ്റഡ് ആയിരുന്നു. നമുക്ക് പോകുന്ന വഴിയിൽ തന്നെ അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം സൺഡേ ആയിരുന്നു. പിന്നെ ചെറിയ രീതിയിൽ മഴയുണ്ടായിരുന്നു. അപ്പം
അതൊക്കെ ശരിക്കും നല്ലൊരു വെതറായിരുന്നു ആ ഒരു സമയത്ത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നമ്മുടെ പൂമ്പാറ വില്ലേജാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡെസ്റ്റിനേഷൻ മന്നവന്നൂർ വില്ലേജാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 10:30-11 മണിയോടുകൂടി നമ്മൾ മന്നവന്നൂർ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് വേറെ ആക്ടിവിറ്റീസൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഒരു ഫുൾ ഡേ അവിടെ തന്നെ സ്പെൻഡ് ചെയ്യാനായിരുന്നു തീരുമാനം. അത്യാവശ്യം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കഴിഞ്ഞ ദിവസം നടക്കാതെ പോയൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഹോഴ്സ് റൈഡിങ്, അതൊക്കെ ചെയ്തു. പിന്നെ അത്യാവശ്യം അവിടെ കാണാൻ അത്യാവശ്യം ഉണ്ടായിരുന്നു. നമുക്കവിടെ ഷീപ്പ് ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് റാബിറ്റ്സിൻ്റെ കുറച്ച് ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ കുറച്ച് സമയം അവിടെ ഇരുന്ന് കുറച്ചധികം സമയം അവിടെ സ്പെൻഡ് ചെയ്യാനുണ്ടായിരുന്നത്. എവിടെ ഒരാൾക്ക് ഉറക്കവും ഇല്ല, ഫുഡും വേണ്ട എന്നുള്ളൊരവസ്ഥയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു അവൻ. അപ്പം നമ്മുടെ ഗ്രൂപ്പിൽ ഋതുട്ടിയുടെ പപ്പയാണ് മിസ് ചെയ്യുന്നത്. അപ്പം അവനെപ്പോഴും അച്ഛ 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 എന്ന് വിളിച്ചോണ്ടേ ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ സ്ഥിരം പരിപാടി ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ ലഞ്ചും കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങാണ് ഉണ്ടായത്. ശരിക്കും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു അവിടെ. നമുക്ക് ഇടയ്ക്ക് നമ്മുടെ ഈ ഒരു വില്ലേജിലോട്ടുള്ള യാത്ര ക്യാൻസൽ ചെയ്യേണ്ടി വരും എന്നൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെന്തുകൊണ്ടും ഇവിടെ നമ്മൾ വന്നത് ഭയങ്കര വേർത്തായിരുന്നു. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണിത്. അങ്ങനെ നമ്മളവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങി. നമ്മൾ ഇനിയിപ്പം തിരിച്ച് നാട്ടിലോട്ട് പോവുമായിരിക്കും. നാളെ വർക്കിംഗ് ഡേ ആണ്, എല്ലാവർക്കും ജോലിക്കൊക്കെ കയറേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മൾ കൊടൈക്കനാലിലോട്ട് ബൈ ബൈ പറയാണ്. വളരെ നല്ലൊരു യാത്രയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വരുന്ന വഴിയിൽ കുറച്ച് സ്ട്രീറ്റ് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. കൊടൈക്കനാലിൻ്റെ മെയിൻ ഐറ്റം മഷ്റൂം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗുണ കേവ്സിൽ വെച്ച് തന്നെ നമ്മൾ മഷ്റൂം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ട്രൈ ചെയ്യാൻ പറ്റാതിരുന്ന കുറച്ച് സാധനങ്ങളും കൂടെ നമ്മൾ യൂഷ്വലി കഴിക്കുന്നതാണ്, പക്ഷേ ഈ ഒരു വെതറിൽ അത് കഴിക്കാനായിട്ട് ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാം അടിപൊളിയായിരുന്നു. യാത്ര വളരെ രസകരമായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഒരുപാടധികം മെമ്മറീസ് നമുക്ക് ഈ ഒരു യാത്രയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. വളരെ നല്ലൊരു ക്വാളിറ്റി ടൈമായിരുന്നു നമ്മുടെ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്ത്. അതോടൊപ്പം തന്നെ ഋതുട്ടിയുടെ ഫസ്റ്റ് ലോങ് ട്രിപ്പാണ്. ശരിക്കും അവനിത് എൻജോയ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒത്തിരി നാൾ കഴിയുമ്പോൾ അവന് തന്നെ കാണാം അവൻ്റെ ഫസ്റ്റ് യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. താങ്ക് യു.